Hi dear friends! ഇനി നമുക്ക് ചപ്പാത്തിക്കും നാനിനും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനുമൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു ക്രീമിയും ടേസ്റ്റിയുമായിട്ടുള്ള പനീർ ബട്ടർ മസാല എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2 വലിയ വെളുത്തുള്ളി കട്ട് ചെയ്തതും 1 ഇഞ്ച് കനമുള്ള ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് 15 കശുവണ്ടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 വലിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വരണം. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് പേസ്റ്റാക്കി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പച്ചമണം എല്ലാം മാറത്തക്കവണ്ണം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇങ്ങനെ ബട്ടറിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് ഈ പനീർ ബട്ടർ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു കളർ ഇതിന് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിലരാണെങ്കിൽ അരച്ച അരപ്പിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് അരിച്ച് എടുക്കാറുണ്ട്. ഞാനിവിടെ അത് അരിച്ചെടുത്തിട്ടില്ല. ഡയറക്റ്റ് ആ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് അരച്ച മിക്സി ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അതൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം എല്ലാം മാറത്തക്കവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 പിടി കസൂരി മെത്തിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് വേണം നമ്മളതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ പനീർ ബട്ടർ മസാലയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കസൂരി മെത്തി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉലുവ കിളിപ്പിച്ച് അതിൻ്റെ ഇല ഉണക്കിയെടുത്തതാണ്. നമുക്കിത് കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. നമ്മുടെ വീട്ടിൽ ഉലുവ കിളിപ്പിച്ച് അതിൻ്റെ ഇല ഉണക്കിയെടുത്താൽ മതിയാകും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു മധുരം കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പനീർ ചേർക്കുകയാണ്. 200 ഗ്രാം പനീറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് ഫ്രോസൺ പനീറാണ്. ഇത് ഫ്രീസറിൽ നിന്നും ഒരു 30 മിനിറ്റ് നേരം മുമ്പ് എടുത്ത് ഇത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്താൽ കട്ടിയായിട്ട് പോകും. അതുകൊണ്ട് ഒരു 5 തൊട്ട് 7 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ സോഫ്റ്റ് ആയിട്ടുള്ള പനീർ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ലൂസായ ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചത് ലൂസാക്കി എടുത്താൽ മതിയാകും. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഈ റെസിപ്പി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.